കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ ആദിവാസി ബാലൻ ഗോകുൽ മരിച്ച സംഭവത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കൽപ്പറ്റ ASI ദീപ, CPO ശ്രീജിത്ത് എന്നിവർക്കാണ് സസ്പെൻഷൻ. ജാഗ്രതക്കുറവ് ഉണ്ടായതാണ് ആത്മഹത്യക്ക് കാരണമായതെന്നാണ് കണ്ടെത്തൽ. ഉത്തരമേഖല റേഞ്ച് IG-യുടെ നിർദ്ദേശാനുസരണമാണ് സസ്പെൻഷൻ. അതേസമയം ഗോകുലിന്റേത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിന്റെ പെരുമ്പാവൂർ ഓഫീസിൽ മുമ്പും പീഡനം നടന്നിട്ടുള്ളതായി വിവരം. യുവതിയുടെ പരാതിയിൽ തൊഴിലുടമ ഉബൈലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സ്ത്രീത്വത്തെ അപമാനിച്ചതായിരുന്നു കേസ്. കഴിഞ്ഞ ഡിസംബറിലായിരുന്നു പോലീസ് നടപടി. ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ വൻതുക നൽകാമെന്നായിരുന്നു വാഗ്ദാനം. ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെന്ന പേരിലുണ്ടായ പീഡനമാണ് മറ്റൊന്ന്. കഴിഞ്ഞ മാസവും തൊഴിൽ പീഡനം സംബന്ധിച്ച് പോലീസിന് പരാതി നൽകിയിരുന്നു. സ്ഥാപനം വിട്ട 4 യുവാക്കളാണ് പോലീസിന് പരാതി നൽകിയത്. വീണ്ടും വിവാദ പരാമർശവുമായി BJP നേതാവ് PC ജോർജ്. 24 വയസ്സിന് മുൻപ് പെൺകുട്ടികളെ വിവാഹം കഴിച്ചേൽപ്പിക്കണമെന്ന അഭിപ്രായത്തിൽ താൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പെൺകുട്ടികൾ പിഴയ്ക്കാതിരിക്കട്ടെ എന്നും PC ജോർജ് പറഞ്ഞു. വഖഫ് ബിൽ, വീണ വിജയനെതിരായ കേസ്, എമ്പുരാൻ വിഷയങ്ങളിലും PC ജോർജ് പ്രതികരിച്ചു. വഖഫ് നിയമ ഭേദഗതിയിൽ ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം കേരളത്തിലെ MP-മാർ നിന്നില്ലെന്ന് PC ജോർജ് കുറ്റപ്പെടുത്തി. എമ്പുരാൻ വിവാദങ്ങൾക്ക് പിന്നാലെ പൃഥ്വിരാജിന് ആദായനികുതി വകുപ്പിന്റെ നോട്ടീസ്. കടുവ, ജനഗണമന, ഗോൾഡ് എന്നീ 3 സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച വിവരങ്ങൾ നൽകണമെന്നാണ് ഇൻകം ടാക്സ് അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സിനിമകളിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നില്ല. എന്നാൽ സഹനിർമ്മാതാവെന്ന നിലയിൽ 40 കോടിയോളം രൂപ പൃഥ്വിരാജ് ചിത്രങ്ങളിൽ നിന്ന് നേടിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സഹപ്രവർത്തകനും IB ഉദ്യോഗസ്ഥനുമായ സുഗാന്തിനെതിരെ കൂടുതൽ തെളിവുകൾ. സുഗാന്ത് ഉദ്യോഗസ്ഥയെ ഗർഭചിത്രത്തിന് വിധേയമാക്കാൻ വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വിവാഹിതരെന്ന് തെളിയിക്കുന്ന രേഖകളാണ് സുഗാന്ത് തയ്യാറാക്കിയതെന്നും പോലീസ് പറയുന്നു. RSS മുഖപത്രം ഓർഗനൈസറിലെ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ലേഖനത്തിൽ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. RSS ക്രിസ്ത്യാനികൾക്കെതിരെ തിരിയാൻ അധികം സമയം വേണ്ടി വന്നില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. വഖഫ് ബില്ലിലൂടെ ഇപ്പോൾ മുസ്ലിമുകളെ ആക്രമിക്കുന്നുവെന്നും ഭാവിയിൽ മറ്റു സമുദായങ്ങളെ ലക്ഷ്യം വെക്കാൻ ഒരു മാതൃക സൃഷ്ടിക്കുന്നുവെന്നും രാഹുൽ പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലൂടെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. വഖഫ് ബില്ലിനെതിരെ CPIM പാർട്ടി കോൺഗ്രസിൽ പ്രമേയം. പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലിയാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ ബില്ലാണ് വഖഫ് നിയമ ഭേദഗതിയെന്ന് സുഭാഷിണി അലി പറഞ്ഞു. പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എടുത്ത നിലപാട് ദൗർഭാഗ്യകരമാണെന്നും സുഭാഷിണി അലി പറഞ്ഞു. ഇക്കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിരുന്നു വഖഫ് ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സായത്. മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലായിരുന്നു നടപടി. മധ്യപ്രദേശിലെ ജബൽപൂരിൽ മലയാളി വൈദികർക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഒഡീഷയിലെ മലയാളി വൈദികന് പോലീസിന്റെ ക്രൂരമർദ്ദനം. മതപരിവർത്തനം നടത്തുന്നുവെന്നാരോപിച്ച് പോലീസ് സംഘം പള്ളിയിൽ അതിക്രമിച്ചു കയറി കയ്യേറ്റം ചെയ്യുകയായിരുന്നു. കയ്യേറ്റത്തിൽ ബർഹാംപൂർ രൂപതയിലെ ജുബ ഇടവക പള്ളി വികാരി ഫാദർ ജോഷി ജോർജിനാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ മാസം 22-നായിരുന്നു സംഭവം. കൂടാതെ പള്ളിയിൽ നിന്നും പണം അപഹരിച്ചുവെന്നും ഫാദർ ജോഷി കൂട്ടിച്ചേർത്തു. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇറക്കുമതി ചുങ്കത്തിന് അതേ നാണയത്തിൽ മറുപടി നൽകി ചൈന. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങൾക്കും 34% അധിക തീരുവ ഇനി മുതൽ ചുമത്തുമെന്ന് ചൈന വ്യക്തമാക്കി. പിന്നാലെ അപൂർവ ഭൗമധാതുക്കളുടെ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങളും വരുത്തി. പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ 30ഓളം US സംഘടനകൾക്കും ചൈന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്.